ഹലോ ഹായ് വെൽക്കം ടു മമ്മാസ് കിച്ചൻ. നമുക്ക് നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കണ്ടാലോ? നമ്മൾ മക്കളെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തേക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് മിസ്സാക്കാണ്ട് ട്രൈ ആക്കി നോക്കാം. പിന്നെ എൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അതിന് നമുക്ക് ഒരു കഷ്ണം ക്യാബേജ് എടുത്തിട്ടുണ്ട്, അതിനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കഷ്ണം കോൺഫ്ലവർ, അതും കൂടി ചെറുതായിട്ട് കട്ടാക്കി വെക്കുക. പിന്നെ നമുക്ക് കുറച്ച് ബീൻസ്, ഒരു ക്യാരറ്റ്, പിന്നെ 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിച്ചപ്പ്, ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുക. പിന്നെ ഒരു ഉള്ളിയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സോസ് ഉണ്ടാക്കുക, തക്കാളി പേസ്റ്റ് ഉണ്ടാക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ല പൗത്ത തക്കാളി ഇട്ട് കൊടുക്കുക, കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 വെളുത്തുള്ളിൻ്റെ അല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്ന് വറുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിലും കൂടി ഒഴിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സാക്കി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം. നല്ലോണം വേവണ്ട, ചെറുതായിട്ടൊന്ന് ബാടി വരുന്നവരെ വേവിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. അതും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 സ്പൂണ് ബിരിയാണി മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വറുത്ത് വെച്ച മുട്ടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ്, നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം മിക്സ് ആക്കിയെടുത്ത് നമ്മളെ ഫ്രൈഡ് റൈസ് റെഡിയായി. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മക്കൾക്ക് രാവിലെ ലഞ്ച് ബോക്സിന് കൊടുത്തേക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം.